ഓർത്ത ആഞ്ചലിക്കും സാന്ത അന്ന ബസിലിക്കയ്ക്കും ഇടയിലുള്ള വഴിയിലാണ് ഞാനുള്ളത്. ഇവിടെ ഗതാഗത നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ബസ്സുകളൊന്നും വത്തിക്കാനിലേക്കുള്ള റോഡുകളിൽ വരുന്നില്ല. സാധാരണഗതിയിൽ റോമ തെർമിനി എന്ന് പറയുന്ന നഗരത്തിൽ നിന്നും നമ്മൾ വത്തിക്കാനിലേക്ക് വരുന്ന ബസ്സുകളൊന്നും ഇന്ന് പ്രവർത്തിക്കുന്നതല്ല എന്ന് ഗവൺമെന്റ് തലത്തിൽ അറിയിപ്പുണ്ട്. അതുകൊണ്ട് എല്ലാവരും തന്നെ ഒന്നുകിൽ മെട്രോ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ട്രെയിൻ ഉപയോഗിക്കണം. കാരണം വഴിയിൽ ഒത്തിരി ഡിഗ്നറ്ററീസ് ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പം മറ്റ് ട്രാഫിക് ബ്ലോക്കുകൾ ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു നിയന്ത്രണം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ കൂടുതലും ഉപയോഗിക്കുന്നത് മെട്രോയാണ്. ഈ മെട്രോ ഇറങ്ങിയിട്ട് വത്തിക്കാനിലേക്ക് പോകുന്ന ഈ വഴി ജനസാന്ദ്രമാണ്. ഇവിടെ മണിക്കൂറുകളായിട്ട് ഇതാണ് അവസ്ഥ. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നത് പോലെ തന്നെ ഇവിടെ വലിയ സെക്യൂരിറ്റി ചെക്കുകൾ നടക്കുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ചെക്കിങ്ങിന് ശേഷമാണ് ആൾക്കാരെ കടത്തിവിടുന്നത്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കബറടക്ക ശുശ്രൂഷയ്ക്ക് ശേഷമുള്ള പ്രദക്ഷിണത്തെ കുറിച്ചാണ്. അത് കടന്നു പോകുന്ന വഴി നമുക്ക് അറിവായിട്ടുണ്ട്. പക്ഷെ മറ്റു വിവരങ്ങളൊന്നും സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് വിട്ടിട്ടില്ല ഇതുവരെ. ഒരുപക്ഷെ അവസാന നിമിഷമോ അല്ലെങ്കിൽ തിരുക്കർമ്മങ്ങൾക്കിടയ്ക്കോ ഒക്കെ ആയിരിക്കാം അതിന്റെ വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുക. അതുപോലെ തന്നെ മരിയ മജോറെ ബസിലിക്കയിലെ കോ ആർച്ച് പ്രീസ്റ്റ് കർദിനാൾ ഇന്നലെ പറഞ്ഞത് 7 മാർപ്പാപ്പമാരെയാണ് മരിയ മജോറയിൽ അടക്കിയിരിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ആദ്യത്തെ ജസ്യൂട്ട് സന്യാസിയായ മാർപ്പാപ്പ. എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു ആദ്യത്തെ ഫ്രാൻസിസ്കൻ ആയിട്ടുള്ള മാർപ്പാപ്പ നിക്കോളോസ് 4 അദ്ദേഹത്തെയും കബറടക്കിയിരിക്കുന്നത് മരിയ മജോറയിലാണ്. അതുപോലെ തന്നെ ആദ്യത്തെ ഡൊമിനിക്കൻ ആയിട്ടുള്ള മാർപ്പാപ്പ, ഡൊമിനിക്കൻ സന്യാസിയായിട്ടുള്ള മാർപ്പാപ്പ പിയോ 5 മാർപ്പാപ്പ, ഇങ്ങനെ ആദ്യത്തെ 3 സന്യാസ സമൂഹങ്ങളിലെ ആദ്യത്തെ മാർപ്പാപ്പമാരെ ഭൗതിക ദേഹം ഉൾക്കൊള്ളാനുള്ള വലിയ അസുലഭ ഭാഗ്യം ലഭിച്ച ദേവാലയമാണ് മരിയ മജോറെ ബസിലിക്ക എന്ന് അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞു. അതോടൊപ്പം തന്നെ വിശുദ്ധ ജെറോമിന്റെ സ്ക്രിപ്ചർ സ്കോളർ ആയിട്ടുള്ള വിശുദ്ധ ജെറോമിന്റെ പണ്ഡിതനായ ദൈവവചനത്തെ കുറിച്ച് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഏറ്റവും ആധികാരികമായിട്ടുള്ള വൾഗേറ്റ് ട്രാൻസ്ലേഷൻ നമുക്ക് നൽകിയ വിശുദ്ധ ജെറോമിന്റെ തിരുശേഷിപ്പ് ഉൾക്കൊള്ളുന്ന ദേവാലയം കൂടിയാണ് നമ്മുടെ മരിയ മജോറെ ദേവാലയം. അപ്പൊ അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ച ആദ്യത്തെ ലാറ്റിൻ അമേരിക്കൻ മാർപ്പാപ്പയായ, നൂറ്റാണ്ടുകൾക്ക് ശേഷം യൂറോപ്പിന്റെ പുറത്തു നിന്ന് മാർപ്പാപ്പയായ നമ്മുടെ പിതാവ് ഇന്ന് യാത്രയാകുമ്പോൾ പ്രാർത്ഥനയോടെ അദ്ദേഹത്തിന്റെ തിരുക്കർമ്മങ്ങളിൽ അദ്ദേഹത്തിന്റെ വിശുദ്ധ കുർബാന അർപ്പിച്ച് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമായിട്ട് ജനലക്ഷങ്ങളാണ് ഇവിടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. 2 ലക്ഷം ആളുകളെയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിലും ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇവിടെ മനസ്സിലാക്കുവാണ് അതിനൊക്കെ മേളിൽ പോകാനുള്ള സാധ്യതയാണ് നമുക്ക് ഇവിടുന്ന് പറയാൻ സാധിക്കുന്നത്. റോബിൻ, മറ്റൊരു കാര്യം അങ്ങ് ഇന്നലെ സൂചിപ്പിച്ചിരുന്നല്ലോ, ആ ബസിലിക്കയുടെ, സെന്റ് മേരീസ് ബസിലിക്കയുടെ ഒരു പ്രാധാന്യം, ഒരു ചരിത്ര പ്രാധാന്യത്തെക്കുറിച്ച് ഒരിക്കൽ കൂടി ഒന്ന് പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമോ? സെന്റ് മേരി മേജർ ബസിലിക്ക, ഇറ്റാലിയനിൽ അത് മരിയ മജോറെ എന്ന് പറയും. മേരി മേജർ ബസിലിക്ക കത്തോലിക്ക സഭയിലെ അതിപുരാതന ബസിലിക്കകളിൽ ഒന്നാണ്. ഏറ്റവും പഴയ മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ്. 4 പേപ്പൽ ബസിലിക്കകളാണ് റോമിലുള്ളത്. 1 വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ആണ്. 2 റോമ രൂപതയുടെ കത്തീഡ്രൽ പള്ളിയായ ജോൺ ലാട്രൻ ബസിലിക്കയാണ്. 3-ാമത്തേത് റോമിന് പുറത്തുള്ള സെയിന്റ് പോൾസ് ഫോർ ദി ഔട്ട് ഓഫ് ദ വാൾ എന്ന് പറയും, സെയിന്റ് പോൾസ് ബസിലിക്കയാണ്. 4-ാമത്തേതാണ് ഈ റോമ തെർമിനിയോ നഗരത്തോട് അടുത്ത് ചേർന്ന് കിടക്കുന്ന മരിയ മജോറെ ദേവാലയം, അല്ലെ മേരി മേജർ ബസിലിക്ക. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുശേഷിപ്പ് എന്ന് പറയുന്നത് ബെത്ലഹേമിലെ പുൽത്തൊഴുത്തിന്റെ തിരുശേഷിപ്പാണ്. അത് പ്രധാനപ്പെട്ട അൾത്താരയുടെ താഴെയാണ് അത് സൂക്ഷിച്ചിരിക്കുന്നത്. അവിടെ ഒരുപാട് അത്ഭുതങ്ങൾ നടത്തിയിട്ടുള്ള അൾത്താരയാണ് എന്നാണ് അത് പരക്കെ വിശ്വസിക്കപ്പെടുന്നത്. 2-ാമത് പ്രധാനമായിട്ട് ആ ദേവാലയത്തിൽ സൂക്ഷിക്കപ്പെടുന്നത് പരിശുദ്ധ അമ്മയുടെ, വിശുദ്ധ ലൂക്കാസ് സുവിശേഷകൻ വരച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഐക്കണാണ്. അത് ബൈസന്റൈൻ ചിത്രകലയാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്, സയന്റിഫിക് ആയിട്ട് പ്രൂവ്ഡ് ആണ്. അതുപോലെ തന്നെ റെജീന ദെല്ല പാച്ച, അതായത് സമാധാനത്തിന്റെ രാജ്ഞിയുടെ
ഒരു തിരുസ്വരൂപം ആ ദേവാലയത്തിലുണ്ട്. അത് ഇറ്റലിയുമായിട്ട് വളരെ പ്രാധാന്യമുള്ള ഒരു രൂപമാണ്. രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് ഇറ്റലിയെ സംരക്ഷിച്ച, അല്ലെങ്കിൽ ഇനിയൊരു യുദ്ധം, ലോകമഹായുദ്ധം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് മാർപ്പാപ്പമാര് സമാധാനത്തിന്റെ രാജ്ഞിയോട് പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു വന്നുകൊണ്ടിരുന്ന ദേവാലയമാണത്. ഇനി വത്തിക്കാന്റെയും റോമിന്റെയും ശില്പിയായിരുന്ന, അല്ലെങ്കിൽ ഇവിടുത്തെ ഏറ്റവും അനുഗ്രഹീതനായ ശില്പിയായിരുന്ന ബർണീനി, ലോറൻസോ ബർണീനിയുടെ കബറിടം മരിയ മജോറെ ദേവാലയത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഈ ബർണീനിക്ക് മറ്റൊരു പ്രത്യേകതയുള്ളത് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ നമ്മൾ മൈക്കൽ ആഞ്ചലോയെ കുറിച്ച് ഒത്തിരിയേറെ സംസാരിക്കുന്നുണ്ട്, അതിന്റെ ശില്പകലയെ കുറിച്ചും അതിന്റെ മറ്റു കാര്യങ്ങളെ കുറിച്ചും ഒക്കെ. പക്ഷെ വിസ്മരിക്കാൻ പാടില്ലാത്ത ഒരു പേരാണ് ബർണീനി. ലോറൻസോ ബർണീനിയുടെ ഒരുപാട് വർക്കുകൾ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലുണ്ട്. ഏറ്റവും നമുക്ക് എവിഡന്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നത് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ പ്രധാന അൾത്താരയുടെ 4 വശത്തുമുള്ള വളർക്കോണുകൾ. ജെറുസലേം ദേവാലയത്തിന്റെ വളർക്കോണുകളുടെ മാതൃകയിൽ സ്വർഗീയ ജെറുസലേമിനെ പ്രതിനിധീകരിക്കാൻ വേണ്ടിയിട്ട് വളരുന്ന ഒലിവിൻചില്ലകളൊക്കെ പഠിപ്പിച്ചിട്ടുള്ള സ്വർണം പൂശിയ 4 തൂണുകൾ എന്ന് പറയാം. വളർക്കോൺ എന്നാണ് അതിന്റെ നല്ലൊരു വാക്കെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അത് ചെയ്തിരിക്കുന്നത് ബർണീനിയാണ്. അതിന്റെ മനോഹാരിതയാണ് ആ ആൾത്താരയെ ഒരു ഗരിമ നൽകുന്നത്. അത് കാണുന്ന എല്ലാവർക്കും ഒരു സ്വർഗീയ അനുഭൂതി നൽകുന്നത് എന്നൊക്കെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുപോലെ ധാരാളം ശില്പങ്ങൾ, ജീവൻ തുടിക്കുന്ന ശില്പങ്ങളാണ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്കുള്ളിൽ മൈക്കൽ ആഞ്ചലോയും അതുപോലെ തന്നെ ബെർണീനിയും ഒക്കെ ചേർന്ന് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത്രയും പ്രശസ്തനായ വ്യക്തിയാണ് മരിയ മജോറെ ദേവാലയത്തിന്റെ ഉള്ളിൽ നമ്മുടെ വായനയ്ക്കുള്ള പീഠത്തിന്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് കബറടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത്. റോബിൻ, മറ്റൊരു കാര്യം കൂടി ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന, അങ്ങ് ഇന്നലെ ഈ സെന്റ് മേരീസ് മേജർ ബസിലിക്കയിലേക്ക് മൃതദേഹം കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കാം എന്ന് അങ്ങ് സാധ്യതകൾ പറഞ്ഞിരുന്നല്ലോ, 3 പാതകളെ കുറിച്ച് വത്തിക്കാനിൽ നിന്ന്. ഇപ്പോൾ ഈ കൊളോസിയത്തിൻ്റെ അതുവഴി ആയിരിക്കും വരുന്നത് എന്ന് നമ്മുടെ റിപ്പോർട്ടർ അവിടെ നിന്നും സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങ് അതിനെക്കുറിച്ച് ഒരിക്കൽ കൂടി ഒന്ന് വിശദീകരിക്കുകയായിരുന്നെങ്കിൽ നന്നായിരുന്നു. അതെ, നമുക്ക് പല വഴികളിൽ നിന്നും വത്തിക്കാനിൽ നിന്നും നമുക്ക് മേരി മേജർ ബസിലിക്കയിലേക്ക് പോകാവുന്നതാണ്. പക്ഷെ അതില് ഏറ്റവും എളുപ്പത്തിൽ ചെല്ലാവുന്ന വഴി വിയ നാഷണാലെ കൂടിയാണെന്ന് നമ്മൾ ഇന്നലെ കണ്ടു. ഇന്നലെ അങ്ങനെയാണ് പത്രങ്ങളിലൊക്കെ കണ്ടത്. പക്ഷേ ഇന്നലെ നമ്മൾ സംസാരിച്ചപ്പോൾ പറയുന്നത്, അങ്ങനെ ഒരു വഴി എടുക്കുകയാണെങ്കിൽ ഏറ്റവും ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന ആ വഴിയാണ്. അതായത് വത്തിക്കാനിന്റെ വശങ്ങളിലൂടെ ഇറങ്ങി പിയാസ വെനീസിയ എന്ന് പറയുന്ന ഇറ്റാലിയൻ ലോക യുദ്ധകാലത്തെ പട്ടാളക്കാരെ അനുസ്മരിക്കാനുള്ള അവരുടെ ആ ഒരു പ്രതീകം, അതൊരു വലിയ ഒരു സെക്കുലർ പ്രതീകമാണ്, രാജ്യത്തിന് തന്നെ അഭിമാനമായ പ്രതീകമാണ്. അപ്പൊ ആ പിയാസ വെനീസിയയിലൂടെ റോമൻ ഫോറം ഉള്ള ആ വഴിയിലൂടെ കൊളോസിയത്തിലേക്ക് എത്തുന്നു. കൊളോസിയം എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് കേട്ടതുപോലെ തന്നെ നമുക്ക് ലോക മഹാത്ഭുതങ്ങളിൽ ഒന്നാണ്. പക്ഷെ നമ്മൾ ക്രൈസ്തവർക്ക് അത് മാത്രമല്ല, നമുക്കതൊരു രക്തസാക്ഷി മണ്ഡപം കൂടിയാണ്. എന്റെ അറിവ് ശരിയാണെങ്കിൽ പോൾ 6-ാമൻ മാർപ്പാപ്പയുടെ കാലം, വളരെ കാലം മുതലേ അവിടെ ദുഃഖവെള്ളിയാഴ്ചകളിലും മറ്റു വെള്ളിയാഴ്ചകളിലൊക്കെ കുരിശിന് വഴി ഉണ്ടായിരുന്നെങ്കിലും ഔദ്യോഗികമായി ദുഃഖവെള്ളിയാഴ്ച മാർപ്പാപ്പ ലീഡ് ചെയ്യുന്ന കുരിശിന്റെ വഴി ആരംഭിക്കുന്നത് പോൾ 6-ാമൻ മാർപ്പാപ്പയുടെ കാലത്താണെന്നാണ് എൻ്റെ ഒരു അറിവ്. ചിലപ്പോൾ അതിന് വ്യത്യാസം ഉണ്ടായേക്കാം, എനിക്ക് തെറ്റുപറ്റാനും സാധ്യതയുണ്ട്. പക്ഷെ അതിനുശേഷം തുടർച്ചയായിട്ട്, എന്തായാലും പോൾ 6-ാമൻ മാർപ്പാപ്പയുടെ കാലം മുതൽ തുടർച്ചയായിട്ട് അവിടെ ദുഃഖവെള്ളിയാഴ്ചയിലെ കുരിശിന്റെ വഴിയുണ്ട്. ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയും അതിനെ ആ ദുഃഖവെള്ളിയാഴ്ചയിലെ കുരിശിന്റെ വഴിയെ സാമൂഹിക വിഷയങ്ങൾ കൂടി ഉൾപ്പെടുത്തി, അത് ആത്മീയ വിഷയങ്ങൾ മാത്രമല്ല, ലോകത്തിലെ വേദനിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, കഷ്ടപ്പെടുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരമാക്കി മാറ്റിയതോടുകൂടി അത് ലോക മാധ്യമങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ചു. ദുഃഖവെള്ളിയാഴ്ചയിലെ കുരിശിന്റെ വഴി അത് പിന്നീട് നമ്മൾ ഫ്രാൻസിസ് മാർപ്പാപ്പയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം അത് മറ്റൊരു നില, നമ്മൾ ആരും ചിന്തിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് അത് വളർത്തുന്നത് നമ്മൾ കണ്ടു. ഈ 11 വർഷവും മാർപ്പാപ്പ അത് വളരെ പർട്ടിക്കുലർ ആയിട്ട് എടുത്ത് അതിന്റെ റിഫ്ലക്ഷൻസ് നേരത്തെ വത്തിക്കാനിൽ നിന്ന് പുറത്തിറങ്ങുന്നതൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ അടിച്ചമർത്തപ്പെട്ടവർക്കും വേദന അനുഭവിക്കുന്നവർക്കും സമൂഹത്തിൽ അങ്ങനെ ഓർമ്മിക്കപ്പെടാത്തവർക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയായ കൊളോസിയത്തിലെ കുരിശിന്റെ വഴി മാറി. അങ്ങനെ താൻ എല്ലാ വർഷവും ദുഃഖവെള്ളിയാഴ്ചകളിൽ കുരിശിന്റെ വഴി നടത്തിയിരുന്ന ആ കൊളോസിയത്തിലൂടെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതികദേഹം വരുന്നതെന്നാണ് നമുക്ക് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. അത് പിന്നീട് പ്രവേശിക്കുന്ന വിയ മെർലാന എന്ന് പറയുന്ന വഴിയിലേക്കാണ്. വിയ മെർലാന എന്ന് പറയുന്ന വഴിയുടെ പ്രത്യേകത
രണ്ട് ബസിലിക്കകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. അതായത് റോമിന്റെ കത്തീഡ്രലായ ജോൺ ലാറ്ററൻ ബസിലിക്കയെയും അതുപോലെ തന്നെ മേരി മേജർ ബസിലിക്കയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു രാജപാത എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാവുന്ന ഒരു വഴിയാണ്. അപ്പൊ ഈ വഴിയുടെ പ്രത്യേകത ഇവിടെയാണ് മാർപ്പാപ്പമാരുടെ, പഴയ കാലത്തെ മാർപ്പാപ്പമാരുടെ പ്രദക്ഷിണങ്ങൾ നടന്നുണ്ട്. ഇന്നും അതിന്റെ ഒരു ഓർമ്മ കുറിപ്പ് എന്ന വണ്ണം നമ്മുടെ ജോൺ ലാറ്ററൻ ബസിലിക്കയിൽ നിന്നും കോർപ്പസ് ക്രിസ്റ്റി തിരുനാളിന്റെ അന്ന് ദിവ്യകാരുണ്യ പ്രദക്ഷിണം വളരെ ആഘോഷമായിട്ട് ആയിരക്കണക്കിന് ആളുകൾ, ആ വഴി മുഴുവൻ തിങ്ങി നിറഞ്ഞ ആളുകൾ വരുന്ന പ്രദക്ഷിണമാണത്. അങ്ങനെ ആ വഴിയിലേക്ക് പ്രവേശിക്കും. ആ വഴിയുടെ നടുഭാഗത്തായിട്ട് പ്രവേശിച്ച് ഇടത്തേക്ക് തിരിഞ്ഞാണ് ഈ നമ്മുടെ മേരി മേജർ ബസിലിക്കയിലേക്ക് വരുന്നത്. അപ്പോ ആ വഴിയിലൂടെ കയറി മേരി മേജർ ബസിലിക്കയിലേക്ക് കയറുകയാണ് ഉണ്ടായത്. മറ്റു സുരക്ഷാ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ ഇനി ഈ നമ്മുടെ രാജ്യപ്രതിനിധികൾ, ഡിഗ്നറ്ററീസ് ഒക്കെ അവരെ ഈ ഭൗതിക ദേഹത്തെ അനുഗമിക്കുന്നുണ്ട് എങ്കിൽ അവരുടെ സുരക്ഷാ കാരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ വഴിയെക്കുറിച്ച് മാറി ചിന്തിക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം. തോന്നും ഫാദർ പ്രിൻസ്, ഇന്ന് നടക്കുന്ന പരിശുദ്ധ കുർബാനയെക്കുറിച്ചാണ്, ലിറ്റർജിയെക്കുറിച്ചാണ്. സെന്റ് പീറ്റർ സ്ക്വയറിൽ നമ്മുടെ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുമ്പോൾ പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നടത്തിവരുന്ന, അനുവർത്തിച്ചു പോരുന്ന വിശുദ്ധ കുർബാന തന്നെയായിരിക്കുമോ? മറ്റ് വ്യക്തിസഭകൾക്ക് അതിൽ പ്രാതിനിധ്യം ഉണ്ടാകുമോ? എന്താണ് അതേക്കുറിച്ച് പറയാനുള്ളത്? നമുക്കറിയാവുന്നത് പോലെ തന്നെ നമ്മുടെ ലത്തീൻ സഭയുടെ ഓർമ്മ കുർബാനയിലെ ഭാഗങ്ങൾ തന്നെയാണ് ഇവിടെ വിശുദ്ധ കുർബാനയ്ക്ക് ഇവിടെ ഒരുക്കിയിരിക്കുന്ന ടെക്സ്റ്റിൽ നമ്മൾ കാണുന്നത്. അതില് വിശുദ്ധ കുർബാനയുടെ തിരുക്കർമ്മങ്ങൾക്ക് ശേഷം ഇവിടെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഈ കബറടക്ക ശുശ്രൂഷകളിലെ പ്രത്യേക പ്രാർത്ഥനകൾ ആരംഭിക്കും. ഇതില് ഇത്തവണ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത, പൗരസ്ത്യ സഭയായ ബൈസന്റിയൻ റൈറ്റിലുള്ള ഒരു പ്രാർത്ഥന, ഓർമ്മ പ്രാർത്ഥന അതില് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതിനുശേഷം മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ യൂണിവേഴ്സൽ പ്രയർ, ഇത് പല ഭാഷകളിലുള്ള യൂണിവേഴ്സൽ പ്രയർ ഉണ്ട് എന്ന് നമുക്ക് അറിവ് ലഭ്യമായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അതിന്റെ പ്രത്യേകത. പിന്നെ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത്, പഴയ കാലത്തെ പോലുള്ള വലിയ രാജകീയ പ്രൗഢി ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ മാർപ്പാപ്പയെ ഒരു രാജാവായിട്ട് പ്രകടമാക്കുന്ന അല്ലെങ്കിൽ പ്രദർശിപ്പിക്കുന്ന അങ്ങനെയുള്ള പ്രാർത്ഥനകളല്ല, മറിച്ച് ഇവിടെ സൂചിപ്പിക്കുന്ന മുഴുവൻ ഒരു ഇടയന്റെ, ഒരു നല്ല ഇടയന്റെ ഓർമ്മകളെ ഉണർത്തുന്ന പ്രാർത്ഥനകളാണ്. അതുതന്നെയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയും ആവശ്യപ്പെട്ടിരുന്നത്. എന്റെ ഖബറടക്ക ശുശ്രൂഷകളെല്ലാം ഒരു ഇടയന്റേതിന് തുല്യമായിരിക്കണം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. കാരണം ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ, അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത നാടുകളിൽ പോലും വൈദികർ തങ്ങളുടെ ജനത്തിന് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അവർക്കൊന്നും അധികം അപ്രീസിയേഷൻ ഒന്നും കിട്ടാറില്ല. ഇടവക വൈദികരോ അല്ലെങ്കിൽ സന്യാസ സമൂഹങ്ങളിലെ വൈദികരോ ഒക്കെ പാവപ്പെട്ട ജനത്തിന് വേണ്ടി ജോലി ചെയ്യുന്നുണ്ട്, ഒന്നുമില്ലാത്ത ഇടയന്മാരായിട്ട്. അപ്പൊ അവർക്കില്ലാത്ത ഒരു പ്രദേശം എനിക്ക് വേണ്ട എന്നുള്ളതായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകൾ.